ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലായിരുന്നു നിന്നിരുന്നത്, അതായത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതായിരുന്നു നമ്മുടെ ചാപ്റ്റർ. ഈ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ മെയിൻ ടോപ്പിക്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോർഷനിൽ തുടങ്ങാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിരുന്നത് ഒരു എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ആരതായിരുന്നു? ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും അല്ലെ. സാധാരണഗതിയിൽ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത് പോലെയല്ല, കോപ്പറും ക്രോമിയവും എഴുതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ആ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ എഴുതിയിരുന്നു അല്ലെ. അതായത് ക്രോമിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 24 ആണ്. എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 1s2 2s2 2p6 3s2 3p6 3d5 4s1 അല്ലെ. അതായത് ആർഗൺ 3d5 4s1 ഇത്രയും എന്ന് പറയുന്നത് ആരുടെ കോൺഫിഗറേഷൻ ആണ്? ആർഗണിന്റെ കോൺഫിഗറേഷൻ ആണ് അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ് ആർഗൺ 3d5 4s1 ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ കോപ്പർ നമ്മൾ എഴുതി 1s2 2s2 2p6 3s2 3p6 3d10 4s1. ഇവിടെ ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ വരാനുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഡി എന്ന് പറയുന്ന സബ്ഷെല്ല്, അതായത് sp_d, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ഡിക്കകത്ത് പരമാവധി എത്ര ഇലക്ട്രോൺസ് വരെ ഉൾക്കൊള്ളാം? 10 ഇലക്ട്രോൺസിന് വരെ ഉൾക്കൊള്ളിക്കാം അല്ലെ. ആ 10 ഇലക്ട്രോൺസിന് വരെ ഉൾക്കൊള്ളിക്കുമ്പോൾ 10 ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അതിന് 5 ആണെങ്കിൽ അത് ഹാഫ് ഫിൽഡ് ആണ് അല്ലെ. അതായത് 10 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ഫീൽഡ് കോൺഫിഗറേഷനും 5 എന്ന് പറയുന്നത് ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷനുമാണ്. അതുകൊണ്ട് ഈ രണ്ട് കോൺഫിഗറേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും എന്തായിരിക്കും? കൂടുതലായിട്ട് സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ ആ ഒരു കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിയത്. അതായത് 3d5 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ വന്ന് ഇവിടെ 3d10 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആക്കിയത്. അപ്പൊ അത്രയും വരെ ആയിരുന്നു നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്രോമിയം ആൻഡ് കോപ്പർ ഷോ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗീവ് റീസൺ. എന്തുകൊണ്ടാണ് അവർ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നത്? എന്താണ് കാരണം? ഇത് തന്നെയാണ് ഡി സബ്ഷെൽ എന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിലും ഹാഫ് ഫീൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ആ ആറ്റങ്ങൾ എങ്ങനെയായിരിക്കും? കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് കോൺഫിഗറേഷൻ വന്നത്? ഇവർക്ക് ഒരു പ്രത്യേക തരത്തിൽ, അതായത് ഡി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എന്താണ്? 4s സബ്ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ ഡി സബ്ഷെല്ല് നിറയാറുള്ളൂ അല്ലെ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഡി സബ്ഷെല്ല് ഇവിടെ ഹാഫ് ഫിൽഡ് ആണ്, ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ആ കോൺഫിഗറേഷൻ വരാൻ തന്നെ കാരണം എന്താണ്? അങ്ങനെ ഒരു കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സബ്ഷെൽ wise electronic configuration of an atom is 1s2 2s2 2p6 3s2. ഇവിടെ വരെ ആയിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പൊ ബാക്കി ഒന്ന് നോക്കാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിരിക്കുന്നു. 1s2 2s2 2p6 3s2. ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഹൗ മെനി ഷെൽസ് ആർ പോസിബിൾ ഇൻ ദിസ് ആറ്റം? ഇതിനകത്ത് എത്ര ഷെല്ലുകൾ സാധ്യമാണ്? അതായത് ഈ പറഞ്ഞ സബ്ഷെൽ കോൺഫിഗറേഷൻ ഉള്ള ആറ്റത്തില് എത്ര ഷെല്ലുകൾ ഉണ്ടായിരിക്കും? നോക്കാം. 1s എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ല് അല്ലെ. ഒന്നാമത്തെ ഷെല്ല് എന്ന് പറഞ്ഞ ഏതാണ്? എ ആണ്. ശരിയാണ്. 2s 2p എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലുകളാണ്. രണ്ടാമത്തെ ഷെല്ല് ആരാണ്? എൽ ആണ്. 3s എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ്, അതായത് എം. അപ്പൊ മൊത്തം ഇവിടെ എത്ര ഷെല്ലുകളുണ്ട്? 3 ഷെല്ലുകൾ ഇവിടെ പോസിബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ സബ്ഷെൽസ് ഓഫ് ഈച്ച് ഷെൽ? ഓരോന്നിലെ സബ്ഷെൽസ്. കെയിലെ സബ്ഷെൽ ഏതാണ്? 1s. അതുപോലെ എല്ലിലത് 2s 2pയും എമ്മിലത് 3s. ഇത്രയുമാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള സബ്ഷെൽസ്. Which is the subshell to which the last electrons was added? ലാസ്റ്റ് ഇലക്ട്രോൺ പോയ സബ്ഷെൽ, അതായത് ലാസ്റ്റ് ഉള്ള ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്? ഏത് ഷെല്ലിലേക്കാണ്? ഇവിടെ നോക്കിയേ, ലാസ്റ്റ് ഷെല്ല് ഏതാണ്? 3s അല്ലേ. 3s എന്ന് പറയുമ്പോൾ ആ സബ്ഷെൽ ഏതാണ്? എസ് സബ്ഷെല്ല്. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത് എങ്ങോട്ടാണ്? എസ് സബ്ഷെല്ലിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം? ആ ആറ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കേ. 1s-ല് 2 ഇലക്ട്രോൺ, 2s-ല് 2 ഇലക്ട്രോൺ, 2p-ല് 6 ഇലക്ട്രോൺ, 3s-ല് 2 ഇലക്ട്രോൺ. അതായത് മൊത്തം എത്ര ഇലക്ട്രോൺസ് ആയി കഴിഞ്ഞു ഇവിടെ? 2 2 4
4 + 6 10 12. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 12 ഇലക്ട്രോൺസ് ആണ് ഈ പറഞ്ഞ ആറ്റത്തിലുള്ളത്. ഈ കോൺഫിഗറേഷനുള്ള ആറ്റത്തിൽ 12 ഇലക്ട്രോൺസ് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 12 ഇലക്ട്രോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എത്രയൊക്കെ അറ്റോമിക് നമ്പർ? 12 തന്നെ ആയിരിക്കും. അടുത്തത്, ഹൗ ക്യാൻ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബി റിട്ടൺ ഇൻ ഷോർട്ട് ഫോം? എങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതാം? ഇവിടെ അറ്റോമിക് നമ്പർ 12 എന്ന് കിട്ടി അല്ലെ? അറ്റോമിക് നമ്പർ 12 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനെ എന്താണ് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും? ശരി, നോക്കാം. അറ്റോമിക് നമ്പർ 12 എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ആരാണ്? നിയോൺ അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 അല്ലേ? അപ്പോ നിയോൺ 3s2 കോൺഫിഗറേഷൻ. കണ്ടോ? ഇതാണ് നമുക്ക് ചുരുക്കി എഴുതാൻ കഴിയുന്നത്, ഷോർട്ട് ഫോമിൽ എഴുതാൻ കഴിയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സിർക്കോണിയം. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, 40 ആണ് തന്നിട്ടുണ്ട്. അതിന്റെ എന്താണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നേക്കുന്നത്? അറ്റോമിക് നമ്പർ 40 ആണെന്നുണ്ടെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് അറിയാവുന്ന കാര്യമുള്ള, അതായത് നമ്മൾ ആഫ്ബ പ്രിൻസിപ്പിൾ അനുസരിച്ച് എനർജി കുറഞ്ഞ ലെവലിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് പോയിട്ട് ആ ഒരു എനർജി കൂടി വരുന്ന ക്രമം അറിയാലോ. ഇതാണ് 1s 2s 2p 3s 3p 4s 3d. ആ ഒരു എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡറിനകത്ത് എന്ത് ചെയ്യുക? ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ശരി, അടുത്തത് ഡിഫറെന്റ് ബ്ലോക്സ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നിർത്തിയിൽ ബാക്കി എന്ന് പറയാനായിട്ട്. ഇനി ഡിഫറെന്റ് ബ്ലോക്സിലേക്ക് പോവാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഡിഫറെന്റ് ബ്ലോക്സ്. ഈ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ, അതുകൊണ്ട് തന്നെയാണ് ടെക്സ്റ്റ് വായിച്ച് പഠിക്കുക. ടെക്സ്റ്റിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക, ചെയ്ത് പഠിക്കുക. അടുത്തത് ഡിഫറെന്റ് ബ്ലോക്സ്. ഡിഫറെന്റ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞതാണ്. ഡിഫറെന്റ് ബ്ലോക്സ് ഏതൊക്കെയാണ്? 4 ബ്ലോക്കുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് അല്ലെ? അതായത് ഇപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വയ്ക്കാം. പീരിയോഡിക് ടേബിളിനകത്ത് പ്രധാനമായിട്ട് 4 ബ്ലോക്കുകളാണുള്ളത്. ഏതൊക്കെയാണ് 4 ബ്ലോക്കുകൾ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. 4 ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എസ്, പി, ഡി ആൻഡ് എഫ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഈ ബ്ലോക്കുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്ക് പോകുന്നുവോ അതായിരിക്കും ബ്ലോക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, അവസാന ഇലക്ട്രോൺ പോകുന്നത് എസിലേക്കാണെങ്കിൽ അത് എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും, പിയിലേക്കാണെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും, ഡിയിലേക്കാണെങ്കിൽ ഡി ബ്ലോക്ക് ആയിരിക്കും, എഫിലേക്കാണെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും. ഇനി ഫസ്റ്റ് നമുക്ക് നോക്കാം എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 1 and 2 1, 2 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലമെന്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പ് 1, 2 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് അവരുടെ പേരറിയായിരുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽസ്, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെ? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽ, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഈ 2 ഗ്രൂപ്പുകളാണ് എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അത് കേൾക്കുമ്പോഴേ അറിയാം എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നവര് മെയിൻലി എന്തായിരിക്കും? മെറ്റൽസ് ആയിരിക്കും, ലോഹങ്ങളായിരിക്കും. എസ് ബ്ലോക്കിലുള്ള മൂലകങ്ങൾ എന്താണ്? ലോഹങ്ങളാണ്. എസ് ബ്ലോക്കില് ലോഹങ്ങളാണുള്ളത്. അടുത്തത് എസ് ബ്ലോക്കിന്റെ അടുത്ത പ്രത്യേകത നോക്കാം. നമ്മൾ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ അല്ലെ? അതായത് അയണൈസേഷൻ എനർജി, അറ്റോമിക് സൈസ്, അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇതിന്റെയൊക്കെ ബേസ് നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം.
അയണൈസേഷൻ എനർജി, അതായത് ഈ രണ്ട് ഗ്രൂപ്പുകൾക്ക് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 1, 2 ഗ്രൂപ്പുകളിലുള്ള എലമെന്റുകൾക്ക് അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? എന്താണ് അയണൈസേഷൻ എനർജി എന്ന് വെച്ചാൽ? അയണൈസേഷൻ എനർജി എന്ന് വെച്ചാൽ എന്താ? ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി, അല്ലേ? എനർജി എന്താണ്? റിക്വയർഡ് ടു റിമൂവ് ദ ഇലക്ട്രോൺസ് ഫ്രം എന്താണ്? ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. സ്വതന്ത്രാവസ്ഥയിലുള്ള ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ ഊർജത്തെ വിളിക്കുന്ന പേരാണ് അയോണീകരണ ഊർജം അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി. ഇവിടെ അത് തന്നെയാണ് അയണൈസേഷൻ എനർജി വെച്ച് നമുക്ക് പറയാം. എസ് ബ്ലോക്ക് എലമെന്റുകളുടെ അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് നമുക്കറിയാം. അറ്റോമിക് സൈസ് ഗ്രൂപ്പിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്? മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്ത് വരുന്നു? കൂടി വരുന്നു, അല്ലെ? അറ്റോമിക് സൈസ് ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താ ചെയ്തത്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അറ്റോമിക് സൈസ് കൂടുന്നു, അല്ലെ? അറ്റോമിക് സൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ആ അട്രാക്ഷൻ കുറയുമ്പോൾ ഔട്ടർ മോസ്റ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വേഗത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? നീക്കം ചെയ്യാൻ കഴിയും, അല്ലെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റുകളുടെ അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും, വളരെ കുറവായിരിക്കും. കണക്ക് ചെയ്ത് ചിന്തിച്ചാൽ മതി. ഗ്രൂപ്പില് സൈസ് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെ? സൈസ് കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക? അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ട്രോണിനെ ഔട്ടർ മോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ആവശ്യമായ ഊർജ്ജമാണ്. അപ്പോൾ ആ എനർജി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതായത് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അകലം കൂടുമ്പോൾ എന്ത് കുറയുന്നു? അട്രാക്ഷൻ, ആകർഷണം കുറയുന്നു. ആകർഷണം കുറയുമ്പോൾ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നു? ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ഒരു പ്രത്യേകതയാണ് ഇവരുടെ അയണൈസേഷൻ എനർജി എങ്ങനെയാണ്? കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി നമുക്കറിയാം, അല്ലെ? പിന്നെ കോവാലന്റ് ബോണ്ട് ദ റിലേറ്റീവ് എബിലിറ്റി ഓഫ് ഈച്ച് ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ആറ്റങ്ങൾക്കിടയിലുള്ള ബന്ധിത ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ഓരോ ആറ്റത്തിന്റെയും കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇവർക്ക് എങ്ങനെയാണ്? എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും വളരെ കുറവാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കുറവാണ്. കൂടാതെ ഇവരെന്താണ്? മെറ്റൽസ് ആണ്, ശരിയല്ലേ? മെറ്റൽസ് ആണ് ഉള്ളത്, പ്രധാനമായിട്ട് ലോഹങ്ങളാണ് ഉള്ളത്. ഇനി അടുത്ത എന്താണ്? ഇനി എസ് ബ്ലോക്കിലുള്ള എലമെന്റുകൾ സാധാരണഗതിയിൽ എങ്ങനെയുള്ള കോമ്പൗണ്ടുകളായിരിക്കും ഫോം ചെയ്യുക? നമുക്ക് 2 ടൈപ്പ് കോമ്പൗണ്ട് അറിയാം. ഏതൊക്കെയാണ്? അയോണിക് കോമ്പൗണ്ടും അറിയാം, അതുപോലെ സഹസംയോജക സംയുക്തം അല്ലെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട്. അയോണിക സംയുക്തങ്ങളെ അറിയാം, സഹസംയോജക സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട്സിനെ അറിയാം. ഈ കോവാലന്റ് കോമ്പൗണ്ട്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ്, HCl കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ 9ാം ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അതായത് കോവാലന്റ് കോമ്പൗണ്ട് ആണെങ്കിൽ അതിനെന്താണെന്ന് വിചാരിക്കണം, എന്താണെന്ന് അസ്യൂം ചെയ്യണം? അയോണിക് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് വേണം നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ എഴുതുന്ന കാര്യമൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് ഈ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത, എസ് ബ്ലോക്ക് എലമെന്റ്സ് സാധാരണഗതിയിൽ എങ്ങനെയുള്ള സംയുക്തങ്ങളാണ് ഉണ്ടാക്കുന്നത്? അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും, അല്ലെ? എക്സാമ്പിൾ സോഡിയവും ക്ലോറിനും ചേർന്നുണ്ടാകുന്ന സോഡിയം ക്ലോറൈഡ്. പോട്ടെ, നമുക്ക് സോഡിയം നോക്കാം. സോഡിയം എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ 11 ആണ്. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 281 മെയിൻ ലെവൽ കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത്, അല്ലെ? 281 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനേ ആര് ശ്രമിക്കത്തുള്ളൂ? സോഡിയം ശ്രമിക്കത്തുള്ളൂ, ശരിയല്ലേ? ആ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അയോണായിട്ട് മാറുന്നു. അയോണായിട്ട് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എസ് ബ്ലോക്ക് എലമെന്റുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട് എങ്ങനെയായിരിക്കും? അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. എന്ത് കോമ്പൗണ്ട്സ് ആയിരിക്കും? അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. എസ് ബ്ലോക്ക് എലമെന്റുകൾ
അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത. എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലമെന്റുകളാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ എലമെന്റുകളുടെ അയണൈസേഷൻ എനർജി എങ്ങനെയാണ്? വളരെ കുറവാണ്. അയണൈസേഷൻ എനർജി കുറവാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ്? കുറവാണ്. അതുപോലെ തന്നെ മെയിൻലി മെറ്റൽസ് ആയിരിക്കും ഉള്ളത്. പിന്നീട് അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും പൊതുവെ ഫോം ചെയ്യുന്നത്. ഇനി ഇവരുടെ ഓക്സൈഡുകളും ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും പൊതുവെ എങ്ങനെയുള്ളതായിരിക്കും? ബേസിക് നേച്ചർ ആയിരിക്കും, ബേസിക സ്വഭാവമായിരിക്കും അല്ലെ. എക്സാമ്പിൾ പൊട്ടാസ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ബേസ് അല്ലേ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതെല്ലാം എന്താണ്? ബേസ് ആണ്. ഇവരുടെ ഹൈഡ്രോക്സൈഡുകളും ഓക്സൈഡുകളും എന്ത് നേച്ചർ ആയിരിക്കും? ബേസിക് നേച്ചർ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത്. ഓരോ പോയിന്റ് വൈസിനെ പഠിച്ചു പോവുക. ഗ്രൂപ്പ് 1 and 2 എലമെന്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? എസ് ബ്ലോക്ക് എലമെന്റ്സ്. പേര് തന്നെ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ്. അപ്പോൾ പൊതുവെ ഇവർ എന്താണ്? മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. പിന്നെ അയണൈസേഷൻ എനർജിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും രണ്ടും വളരെ കുറവാണ്. അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും പൊതുവെ ഫോം ചെയ്യുന്നത്. പിന്നെയോ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും എന്ത് നേച്ചർ ആയിരിക്കും? ബേസിക് നേച്ചർ ആയിരിക്കും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനു മുന്നേ, ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കൂടി പറഞ്ഞിട്ട് പോവാം. ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കൂടെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞിട്ട് പോകാം. സാധാരണ രീതിയിൽ നമ്മൾ ഒരു ആറ്റം കിട്ടിയാൽ അതിന്റെ പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പീരീഡ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഷെല്ല് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും അല്ലെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് എത്ര ഷെല്ലുകളുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ 3 ഷെല്ലുണ്ടെങ്കിൽ പീരീഡ് നമ്പർ എത്രയായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? ഷെല്ല് നമ്പർ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ സബ്ഷെൽ കോൺഫിഗറേഷൻ പറയുമ്പോൾ 1s2 2s2 2p6 3s2 ഇതിന് സബ്ഷെൽ കോൺഫിഗറേഷൻ പറയുമ്പോൾ പീരീഡ് കണ്ടുപിടിക്കാനായിട്ടും ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ടും ഒരു എളുപ്പ വഴിയുണ്ട്. എന്താന്ന് വെച്ചാൽ അവസാന, അതായത് ഹൈയസ്റ്റ് സബ്ഷെൽ ഏതാണെന്ന് നോക്കുക. ഇവിടെ ഹൈയസ്റ്റ് സബ്ഷെൽ ഏതാണ്? 3 അല്ലേ, 3s അല്ലേ. അപ്പോ പീരീഡ് നമ്പർ എത്ര ആയിരിക്കും? ഇതായിരിക്കും. അല്ലാതെ നമ്മൾ ഈ നോക്കിയാലും 2 8 2 ഈ കോൺഫിഗറേഷൻ അല്ലേ വരുന്നത് അല്ലേ. ഓക്കെ, 1 2 3 മൊത്തം എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട്. അപ്പം പീരീഡ് നമ്പർ എത്രയാണ്? 3 ആണ്. സബ്ഷെൽ കോൺഫിഗറേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുക. ഹൈയസ്റ്റ് സബ്ഷെൽ എത്രയാണോ ആ സബ്ഷെൽ നമ്പർ നോക്കുക. ആ നമ്പർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അതിന്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ ഹൈയസ്റ്റ് സബ്ഷെൽ ഏതാണോ വരുന്നത് അതായിരിക്കും പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. സോഡിയം എഴുതി നോക്കാം. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1 അല്ലേ. കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞു. 1s2 2s2 2p6 3s1. ശരിക്കും സോഡിയം എന്ന് പറയുന്നത് എത്രാമത്തെ ഗ്രൂപ്പാണ്? നമുക്ക് പീരിയോഡിക് ടേബിൾ അറിയാവുന്ന കാര്യമാണ്. സോഡിയം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലെ. അത് ഇവിടെ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് സബ്ഷെൽ ഏതാണോ ആ സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണമാണ് എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ലാസ്റ്റ് സബ്ഷെൽ ഏതാണോ ആ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ആ ഇലക്ട്രോണിന്റെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. ലാസ്റ്റ് സബ്ഷെൽ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് സബ്ഷെൽ എപ്പോഴും എത്രയേ വരത്തുള്ളൂ? എസ് അല്ലേ വരത്തുള്ളൂ. എസിനകത്ത് പരമാവധി 2 ഇലക്ട്രോൺസേ ഉള്ളത്തുള്ളൂ അല്ലെ. അതായത് കോൺഫിഗറേഷൻ വരുന്ന ഒന്നെങ്കിൽ S1 കോൺഫിഗറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ S2 കോൺഫിഗറേഷൻ ആയിരിക്കും വരുന്നത്. കാര്യം എന്താണ്? 2 ഇലക്ട്രോൺസേ ഉള്ളത്തുള്ളൂ. അപ്പോ ഔട്ടർ മോസ്റ്റില് വരുന്നതിന്റെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും, 2 ആണെങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഇങ്ങനെയാണ് എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അതിന്റെ ലാസ്റ്റ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുക. അതായിരിക്കും എന്തെന്ന് പറയുന്നത്
അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ടെക്സ്റ്റിലുണ്ട്. ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ വിൽ ബി ദ ഗ്രൂപ്പ് നമ്പർ. അതായത് ഔട്ടർ മോസ്റ്റിലുള്ള എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എത്രയാണോ അത്രയും ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുക. സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതിയിട്ട് ലാസ്റ്റ് എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഇവിടെ പീരീഡ് നമ്പർ എത്രയായിരിക്കും? ഹയസ്റ്റ് സബ്ഷെൽ ഏതാണ്? 3 അല്ലേ? 3s അല്ലേ? അപ്പോൾ പീരീഡ് നമ്പർ ആണ് ഇതായിട്ട് 3 എന്ന് പറയുന്നത് പീരീഡ് നമ്പർ ആയിരിക്കും. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Suppose that first and second group elements are represented by the symbols x and y. രണ്ട് എലമെന്റുകൾ തന്നിരിക്കുന്നു, എക്സും വൈയും. എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് എലമെന്റുകൾ തന്നിരിക്കുകയാണ്. ആ എലമെന്റുകൾ ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ എക്സ് വൈ, ഫസ്റ്റ് രണ്ട് ഗ്രൂപ്പിലുള്ള രണ്ട് എലമെന്റുകളാണ് തന്നിരിക്കുന്നത്. അതിന്റെ വാലൻസി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വാലൻസി അതായത് എക്സിന്റെ വാലൻസി 1, വൈയുടെ വാലൻസി 2 എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിന്റെ തന്നിട്ടുണ്ട്. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് തന്നിട്ടുണ്ട്. അടുത്തത് സിംബൽ ഓഫ് അയൺ. സിംബൽ ഓഫ് അയോൺ. അതുപോലെ തന്നെ ലാസ്റ്റ് ഫോർമുല ഓഫ് ഓക്സൈഡ്. ഇത്രയുമാണ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ റെപ്രസെന്റഡ് ബൈ ദ സിംബൽസ് എക്സ് ആൻഡ് വൈ. ഫസ്റ്റിലെയും സെക്കൻഡിലെയും ഉള്ള രണ്ട് എലമെന്റ് തന്നിരിക്കുകയാണ്, ഒന്ന് എക്സും ഒന്ന് വൈയും. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നോക്കേ, ഗ്രൂപ്പ് 1 തന്നിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്, അതിന്റെ വാലൻസി 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +1 ആണ്. വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? വാലൻസി എത്രയാണോ ആ വാലൻസി എന്ത് ചെയ്യുന്നു നോക്കുക. ഒന്നുകിൽ വാങ്ങിക്കുകയാണോ അല്ലെങ്കിൽ കൊടുക്കുകയാണോ എന്ന് നോക്കുക. ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സ്വീകരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ എത്രയായിരിക്കും? വാലൻസി 2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാലൻസി 2 ആണ് എന്നുണ്ടെങ്കിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഈ വൈ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എന്തിനായിരിക്കും ശ്രമിക്കുക? 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ നോക്കത്തുള്ളൂ? വിട്ടുകൊടുക്കാനേ നോക്കത്തുള്ളൂ അല്ലെ? അപ്പൊ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആകുന്നു. ഇനി സിംബൽ ഓഫ് ദ അയോൺ. സിംബൽ ഓഫ് ദ അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അയോൺ ആയതിനു ശേഷമുള്ള സിംബല്. അയോൺ ആകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ അയോൺസ് എന്ന് വിളിക്കുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? x+ എന്ന് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? ഇവിടെ രണ്ടെണ്ണത്തിന് വിട്ടുകൊടുക്കുമ്പോഴോ x2+. ശരിയല്ലേ? x അല്ല y, രണ്ടാമത്തെ എലമെന്റ് y അല്ലേ? y2+. കാര്യം എന്താണ് 2+ വരാനായിട്ട്? 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു. ഇവിടെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അവിടെ 1 എഴുതിയാലും പ്രശ്നമില്ല, നമ്മൾ ആ ചാർജ് ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്ത ഫോർമുല ഓഫ് ഓക്സൈഡ്. ഓക്സൈഡിന്റെ ഫോർമുല, എക്സ് എന്ന് പറയുന്ന ആറ്റം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടുന്ന ഓക്സൈഡ്. ഓക്സിജൻ നമുക്കറിയാം അറ്റോമിക് നമ്പർ 8 ആണ്. 2,6 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ ആണ്. 2,6 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ വാലൻസി എത്രയായിരിക്കും? 2 ആയിരിക്കും. ശരിയല്ലേ? ഓക്സിജന്റെ വാലൻസി 2 ആണ്. നമുക്ക് ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ എലമെന്റിന്റെ വാലൻസി 1 ആണ്. എക്സിന്റെ വാലൻസി 1, ഓക്സിജന്റെ വാലൻസി 2. കെമിക്കൽ ഫോർമുല എഴുതുന്ന എങ്ങനെയാ? വാലൻസി കിട്ടിക്കഴിഞ്ഞാൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യണം? എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോക്കിയേ, കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അല്ലേ? അപ്പൊ എന്തെന്ന് വരും? ഫോർമുല എന്ന് പറയുന്നത് X2O എന്ന് വരും. ഓയുടേതായിരുന്നു ഈ 2 വാലൻസി. അപ്പൊ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ തിരിഞ്ഞു വരുന്നു. X2O എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് വരുന്നു. അടുത്ത y നോക്കേ,
വൈയുടെ വാലൻസി വന്നിട്ടുണ്ട്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണെന്ന് വന്നിട്ടുണ്ട്, സിമ്പല് 2 ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുമ്പോൾ Y2+ എന്ന് പറയുന്ന സിമ്പലിൽ വരുന്നു അയോൺ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫോർമുല ഓഫ് ഓക്സൈഡ്, ഓക്സൈഡിന്റെ ഫോർമുല നോക്കാം. വൈയും ഓയും ആണല്ലോ രണ്ടു തമ്മിൽ ചേരുമ്പോൾ എന്താണോ കിട്ടുന്നത് നമ്മൾ നോക്കേണ്ടത്. വൈയുടേത് വാലൻസി 2 ആണ്, ഓയുടേത് വാലൻസി 2 ആണ്. അപ്പൊ എഴുതി വരുമ്പോ എങ്ങനെ വരും? Y2O2 എന്ന് വരും അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യാം? കോമൺ ഫാക്ടർ 2 ഇല്ലേ? അപ്പൊ 2/2 എന്ന് വരും. അതായത് Y1O1 1 ആണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ എങ്ങനെ എഴുതും? YO എന്ന് പറയുന്ന കോൺഫിഗറേഷൻ വരുന്നു. അതായത് ഫോർമുല ഓഫ് ഓക്സൈഡ് എന്താകുന്നു? YO എന്ന് പറയുന്ന ഫോർമുല ആകുന്നു. ഇതെങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ? ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, വാലൻസി വന്നിട്ടുണ്ട്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതണം. വാലൻസി 1 ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനേ ശ്രമിക്കത്തുള്ളൂ. വാലൻസി 2 ആണെങ്കിലും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം സിംബൽ ഓഫ് അയൺ, ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് X+ ആയിട്ട് മാറും അല്ലെ? നമ്മൾ NaCl പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു Na gives Na++1 ഇലക്ട്രോൺ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ശരിയല്ലേ? NaCl ഫോം ചെയ്തപ്പോ ഇവിടെ നോക്കേ, Na++1 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോഴാണ് ഇവിടെ Na എന്തായിട്ട് മാറിയത്? പ്ലസ് ആയിട്ട് മാറിയത്. അപ്പോ സിംബൽ ഓഫ് അയൺ Y2+ എന്ന് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ഫോർമുല ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? അതായത് ഒരേയാണ്. ഇപ്പോൾ നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആറ്റങ്ങളുടെ സിമ്പിൾ അടുത്തടുത്തായിട്ട് എഴുതുക. സിമ്പിൾ എഴുതിയ ശേഷം അവരുടെ വാലൻസികൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുക. അതിനുശേഷം കോമൺ ഫാക്ടർ വല്ലതും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക അല്ലെ? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത ശേഷം ഈ കിട്ടുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എഴുതേണ്ട ആവശ്യമുണ്ടോ? എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. എസ് ബ്ലോക്ക് എലമെന്റിന്റെ കൂടെ ടെക്സ്റ്റ് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ആ എസ് ബ്ലോക്ക് എലമെന്റിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? മെറ്റൽസ് ആണ്, അതുപോലെ തന്നെ എന്താണ്, അയണൈസേഷൻ എനർജി കുറവാണ്, അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്, പിന്നീട് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? +1 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ +1 ആയിരിക്കും അല്ലെങ്കിൽ +2 ആയിരിക്കും. ഇനി എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ ആ ലാസ്റ്റ് എസ് സബ്ഷനിനകത്ത് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണോ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. എസിനകത്ത് 1 ആണെങ്കിൽ ഗ്രൂപ്പ് 1 ആയിരിക്കും, S2 ആണെങ്കിൽ ഗ്രൂപ്പ് 2 ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് എസ് ബ്ലോക്ക് എലമെന്റുകളുടെ പ്രത്യേകതകൾ. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞുതരാം. മെറ്റാലിക് നേച്ചർ ആണ്, മെറ്റൽസ് ആണ്, അയോണൈസേഷൻ എനർജി എങ്ങനെയാണ്? കുറവാണ്, അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കുറവാണ്. പിന്നെ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുന്നു. ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിട്ട് മാറുന്നത്. പിന്നെയോ കോമ്പൗണ്ട്സ് ആർ മോസ്റ്റ്ലി അയോണിക്. അയോണിക് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യാനായിരിക്കും അവർക്ക് കൂടുതൽ ടെൻഡൻസി. കാര്യം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത അയോൺസ് ആയിട്ട് മാറുന്നത് കൊണ്ട്. പിന്നെയോ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും എന്ത് നേച്ചർ ആയിരിക്കും? ബേസിക് ഇൻ നേച്ചർ. ബേസിക് നേച്ചർ ആയിരിക്കും ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ബേസിക് നേച്ചർ ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് എസ് ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക, എസ് ബ്ലോക്ക് എലമെന്റിന്റെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആ കോൺഫിഗറേഷൻ കൂടി എഴുതാൻ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നു. ഇത് കണക്കുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, ആ ഇടയ്ക്കിടയ്ക്ക് കിടപ്പുണ്ട്. ആ ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് സ്വയം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.